KTU 2019 സ്കീം കമ്പ്യൂട്ടർ സയൻസ് S3 DS-ൻ്റെ മൊഡ്യൂൾ 5ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഹാഷിംഗ് ടെക്നിക്സ്. അപ്പോൾ ഹാഷിംഗ് എന്താണെന്നും നമ്മളതിൽ യൂസ് ചെയ്യുന്ന ഹാഷ് ഫങ്ഷൻസും കീയും സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ ഹാഷിംഗ് ടെക്നിക്സിൻ്റെ ടൈപ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മിഡ് സ്ക്വയർ മെത്തേഡ്. മിഡ് സ്ക്വയർ മെത്തേഡിൽ നമുക്കൊരു കീ ഉണ്ടായിരിക്കുമല്ലോ, ആ കീനെ നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിൽ എലമെൻറ്റ്സ് ആയിരിക്കും അഡ്രസ്സ് ആയിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കി, കീ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. നമ്മൾ അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ടുള്ള ആൻസറാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഇനി അതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മിഡിൽ എലമെൻറ്റ്സ്, അതായത് 5 to 5 ആയിരിക്കും നമ്മൾ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് മിഡ് സ്ക്വയർ മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. ഈ മെത്തേഡിൽ കീനെ നമ്മൾ ടേബിളിൻ്റെ സൈസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ h(31) നമ്മൾ ടേബിൾ സൈസ് 13 വെച്ചിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും, 5 കിട്ടും. അതായിരിക്കും അഡ്രസ്സ്. നെക്സ്റ്റ് മെത്തേഡാണ് ഫോൾഡിംഗ് മെത്തേഡ്. ഫോൾഡിംഗ് മെത്തേഡിൽ ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. നമുക്കൊരു കീ എലമെൻ്റ് ഉണ്ട്. ആ കീ എലമെൻറ്റിനെ ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അത് 2 bit വെച്ചിട്ടോ 3 bit വെച്ചോ പോസിബിൾ ആണ്. നമ്മളിവിടെ എക്സാമ്പിൾ എടുത്തുള്ളത് 2 bit ആണ്. അപ്പോൾ 11 94 39 36 അങ്ങനെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ആ നമ്പേഴ്സിൻ്റെ ഫുൾ എന്ത് ചെയ്യണം, സമ്മേഷൻ എടുക്കുക. ആ കിട്ടുന്നതായിരിക്കും അതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 bit ആയതുകൊണ്ട് അഡ്രസ്സ് എടുക്കുന്നത് 2 bit ആയിരിക്കും. അപ്പോൾ ആൻസർ 180 ആണെങ്കിലും 80 ആയിരിക്കും അതിൻ്റെ അഡ്രസ്സ്. 1 എന്ന് പറയുന്നത് ക്യാരി പോർഷൻ അല്ല, അത് നമ്മൾ എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. അടുത്ത മെത്തേഡാണ് ഫോൾഡ് ഷിഫ്റ്റിംഗ് മെത്തേഡ്. ഫോൾഡ് ഷിഫ്റ്റിംഗ് മെത്തേഡ് ഞാൻ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ ചെയ്യുകയാണ് പറയുന്നത്. ആ സെയിം നമ്പേഴ്സ് നമ്മൾ ഈക്വലി 2 bit വെച്ചിട്ട് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് കംപ്ലീറ്റ് സം എടുക്കുന്നതിന് പകരം അതിലെ ഈവൺ നമ്പർ പാർട്സുകൾ എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും. ഈവൺ നമ്പർ പൊസിഷനിൽ വരുന്ന എലമെൻസിനെ റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിൽ സം എടുക്കുന്നത്. തൊട്ട് മുമ്പത്തേൽ 94ഉം 36 ആയിരുന്നു ഈവൺ നമ്പർ ഉള്ളതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് 49ഉം 63 ആക്കി. എന്നിട്ട് അതിൻ്റെ സമ്മേഷൻ ആയിരിക്കും നമ്മൾ അഡ്രസ്സായിട്ട് എടുക്കുന്നത്. ഇനി ഫോൾഡ് ബൗണ്ടറി മെത്തേഡിലാണെങ്കിൽ ഈ സെയിം സംഭവം തന്നെ ബൗണ്ടറിയിലുള്ള എലമെൻസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വാപ്പ് ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സം എടുക്കുന്നത്. അതായത് ഫസ്റ്റ് എലമെൻറ്റ് 11, അത് സ്വാപ്പ് ചെയ്യുമ്പോൾ 11 തന്നെ കിട്ടും. ലാസ്റ്റ് എലമെൻറ്റ് 36 ആയിരുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തിട്ട് 63 എന്നിട്ട് അതിൻ്റെ സമ്മേഷൻ 207 അതായിരിക്കും നമുക്ക് കിട്ടുന്ന അഡ്രസ്സ്. അടുത്തത് ഡിജിറ്റ് അനാലിസിസ് അഥവാ എക്സ്ട്രാക്ഷൻ മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ കീയിലുള്ളതിലെ ഈവൺ പൊസിഷനുള്ള എലമെൻറ്റ്സ് എടുത്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇതിൽ ഈവൺ പൊസിഷനുള്ള എലമെൻറ്റ്സ് ആണ് 7 2 and 4. നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 427 കിട്ടും. അതായിരിക്കും അഡ്രസ്സ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹാഷിങ്ങിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഹാഷിംഗ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് പാസ്വേഡൊക്കെ സെക്യൂർഡായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്രിപ്റ്റോഗ്രഫിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഡാറ്റയുടെ ഇൻഡെക്സ് കൊടുക്കാനും ഡാറ്റേനെ റിട്രീവ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഷിംഗ്. അതുപോലെ തന്നെ ഡാറ്റ കംപ്രഷൻ അൽഗോരിതംസിൽ എന്ത് യൂസ് ചെയ്യും, ഹാഷിംഗ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബക്കറ്റ് ഫുള്ളാകുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓവർഫ്ലോ നമ്മൾ റിസോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ലീനിയർ പ്രോബിംഗ് ആൻഡ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആയിട്ട്. അതെന്താണെന്നും അതിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചത് കേട്ടോ. നെക്സ്റ്റ് വൈ മെർജിങ് സോർട്ട് ഈസ് പ്രിഫേർഡ് ഫോർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ പ്രത്യേകത, ലിങ്ക്ഡ് ലിസ്റ്റിൽ ഓരോ നോട്ട്സുകളും അഡ്ജസൻ്റ് ആയിട്ടുള്ള പൊസിഷനിലൊന്നും ആയിരിക്കില്ല ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെർജ് സോർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെർജ് സോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സോർട്ടാണ്. അപ്പോൾ മെർജ് സോർട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിലേറ്റീവ് എലമെൻറ്റ്സ് അല്ല, നമുക്കൊരു പെർട്ടിക്കുലർ ഓർഡറിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, മെർജ് സോർട്ട് യൂസ് ചെയ്യുന്നത്.